നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി രണ്ട് മൈൻഡ് സെറ്റ് ഉണ്ട് എന്ന് പറയാം. നമ്മളുടെ മൈൻഡ് എപ്പോഴും ഒരു രണ്ട് രീതിയിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അതിനെയാണ് സിസ്റ്റം 1 എന്ന് പറയുന്നത്. ഇത് ഒരു രീതിയിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക. രണ്ടാമത് സിസ്റ്റം 2 എന്ന് പറയും. ഒരു ഓപ്പറേറ്റിംഗ് മോഡിന് പറയുന്ന പേരാണ് സിസ്റ്റം 1. മറ്റൊരു ഓപ്പറേറ്റിംഗ് മോഡിന് പറയുന്ന പേരാണ് സിസ്റ്റം 2. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളിപ്പോ വെറുതെ ബോറിംഗ് ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കണം. അവിടെ നിങ്ങൾ ചിന്തിക്കാതെ ഒരു എമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഈ സിസ്റ്റം 1 നിന്നുകൊണ്ടായിരിക്കും ആ ഡിസിഷൻ എന്നുള്ളത് എടുക്കുന്നുണ്ടാവുക. നമ്മളുടെ മൈൻഡില് ഇത് സിസ്റ്റം 1, ഇത് സിസ്റ്റം 2, ഇങ്ങനെ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ഉള്ളത്. ലൈഫില് നമ്മൾ ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത് എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫില് ഏറ്റവും തെറ്റുപറ്റാതെ ഒരു ഉയർച്ച എന്നുള്ളത് ഉണ്ടാവുന്നത് എപ്പോഴാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സിസ്റ്റം 2 നിന്നുകൊണ്ട് നമ്മളുടെ കൂടുതൽ ഡിസിഷൻസ് എടുക്കുന്നത്, നമ്മൾ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും നമ്മളുടെ ലൈഫ് ഗ്രോത്തിനെ നോക്കി പോകുന്നുണ്ടാവുക. ശരി, എന്താണ് സിസ്റ്റം 1 സിസ്റ്റം 2 എന്ന് ചോദിക്കുകയാണെങ്കിൽ സിസ്റ്റം 1 നിന്നുകൊണ്ടായിരിക്കും നമ്മൾ കുറെ എമോഷണൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുമ്പോ പെട്ടെന്ന് പോയിട്ട് റിയാക്ട് ചെയ്യാം. അവരങ്ങനെ പറഞ്ഞു, സോ നമുക്ക് പെട്ടെന്ന് പോയിട്ട് റിയാക്ട് ചെയ്യാം. മാസ്റ്റർബേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്, ശരി പെട്ടെന്ന് പോയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യാം. ഞാൻ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, സോ ഇൻസ്റ്റാഗ്രാം എടുത്ത് ഓപ്പൺ ചെയ്യാം. എനിക്ക് ഈ സിനിമ എടുത്ത് കാണാം, ആ സിനിമ കാണാനായിട്ട് പോവാം, ഈ പെൺകുട്ടിക്ക് മെസ്സേജ് ചെയ്യാം. ഇങ്ങനെയുള്ള എമോഷണൽ ആയിട്ടുള്ള താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ലൈഫില് നമ്മൾ എടുക്കുന്നത് ഈ സിസ്റ്റം 1 നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ്. സിസ്റ്റം 2 നിന്ന് എന്താണെന്ന് അറിയോ? സിസ്റ്റം 2 നിന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അത്രയും ചിന്തിച്ച് അത്രയും വൈസ് ആയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ഈ സിസ്റ്റം 2 നിന്ന് നമ്മൾ എടുക്കുന്നുണ്ടാവുക. നമ്മളുടെ മൈൻഡിന് രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഉള്ളത്. ഒന്ന് സിസ്റ്റം 1, ഒന്ന് സിസ്റ്റം 2. ഈ സിസ്റ്റം 1 നിന്നുകൊണ്ടാണ് നമ്മൾ ഒരുപാട് എമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. സിസ്റ്റം 1 നിന്നുകൊണ്ടാണ് നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാണ്ട് പല കാര്യങ്ങളും ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോ സുഹൈലിന്റെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോ ഒരു 2 ദിവസം ഇരുന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഉത്തരം എന്നുള്ളത് നമുക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ചിന്തിക്കാനുള്ള മടി കാരണം നമ്മൾ ഈ സിസ്റ്റം 1 നിന്നുകൊണ്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളുടെ ലൈഫിൽ നിന്ന് പല ക്വാളിറ്റി അല്ലാത്ത ഡിസിഷൻസ് എന്നുള്ളത് ഉണ്ടാവും. എപ്പോഴൊക്കെയാണ് ഈ സിസ്റ്റം 1 എന്നുള്ളത് ഓപ്പറേറ്റ് ആവാറുള്ളത് അറിയോ നിങ്ങൾക്ക്? എന്റെ ലൈഫിൽ സിസ്റ്റം 1 ഓപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്നുള്ളത് പറയാം. മലയാളത്തില് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ പോയി. തമിഴിൽ സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിയിൽ പോയി. തെലുഗു നല്ല രീതിയിൽ നല്ല ഗ്രോത്ത്, കന്നഡ നല്ല ഗ്രോത്ത്, ഹിന്ദി അടിപൊളി ഗ്രോത്ത്. അപ്പോ എന്റെ ഉള്ളില് ഒരു കോൺഫിഡൻസ് എന്നുള്ളത് ഉണ്ടാവുകയാണ്. ഇനി മുതൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അടിപൊളിയായിരിക്കും, സൂപ്പർ സക്സസ്ഫുൾ ആയിരിക്കും. ഞാൻ സിമ്പിൾ ആയിട്ട്, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കുത്തിയിരുന്ന് ചിന്തിക്കേണ്ട ആവശ്യം എന്നുള്ളതൊന്നുമില്ല. ഞാൻ ചിന്തയുടെ ആ ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ശരി എന്ന് പറഞ്ഞിട്ട് എന്റെ മുന്നിലേക്ക് ഒരു ബിസിനസ് ഐഡിയ എന്നുള്ളത് വരുന്നത്. മുൻപ് പല യൂട്യൂബ് ചാനലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല രീതിയിൽ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. പക്ഷെ ഒരു സമയത്ത് എന്റെ മുന്നിലേക്ക് വന്ന ഒരു ബിസിനസ് ഐഡിയയുടെ കാര്യത്തില് ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിക്കാതെ ശരി അത് കുഴപ്പമില്ല, നമുക്കിത് കിട്ടുകയാണെങ്കിൽ, ഇതിൽ സക്സസ് ആവുകയാണെങ്കിൽ ഇത്ര കോടി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ ഈ എൻ്റെ ഒരു ബിസിനസ് ആശയത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം 2 നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് അറിയോ? സിസ്റ്റം 2 നിന്നുകൊണ്ട് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ സിസ്റ്റം 1 നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുന്നിൽ ഒരു കാര്യം വന്നപ്പോ ശരി ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് കിട്ടുക
എന്നുള്ള ഒരു കാര്യം മാത്രം ഞാൻ ചിന്തിച്ചുകൊണ്ട് ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കാര്യം ചെയ്യാൻ പോയി. പക്ഷേ ഞാൻ സിസ്റ്റം 2-ൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് ഈ കാര്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? മാക്സിമം എന്നിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ലോസ് ആവാൻ സാധ്യതയുണ്ട്? ഇൻ കേസ് ഞാൻ വിചാരിക്കുന്ന പോലെ ഈ പ്ലാന് നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? എനിക്ക് മാക്സിമം എന്ത് ടൈം ഇതിനു വേണ്ടി കൊടുക്കേണ്ടി വരും? ഇതൊക്കെ സിസ്റ്റം 2-ൽ സംഭവിക്കുന്ന ചിന്താ രീതിയാണ്. ഈ കാര്യം ചിന്തിക്കാതെ ഞാൻ സിസ്റ്റം 1-ൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു കമ്പനിയിലായിരുന്നു എനിക്ക് ഒരു 20-25 ലക്ഷം നഷ്ടമാവുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെല്ലാവരും ഓരോ ദിവസവും അറിഞ്ഞോ അറിയാതെയോ പല തീരുമാനങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ജീവിതം എന്നുള്ളത് നമ്മളുടെ ഡിസിഷൻസിന്റെ ഒരു ആകെത്തുകയാണ്. നിങ്ങളുടെയും എന്റെയും ജീവിതം എന്നുള്ളത് നിങ്ങൾ എടുത്ത തീരുമാനത്തിന്റെ ഒരു ആകെത്തുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ ജീവിതം എന്നുള്ളത് നിങ്ങൾ മുൻപെടുത്ത തീരുമാനത്തിന്റെ ആകെത്തുകയാണ്. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതം എന്നുള്ളത് ഇനി അങ്ങോട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളുടെ റിസൾട്ട് ആയിരിക്കും. ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പല തീരുമാനങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എക്സാക്ട്ലി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ലൈഫില് നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള പല തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നതിന് മുൻപും ഒരു പെൻ ആൻഡ് പേപ്പർ എടുക്കുക. ഒന്ന് റഷ് ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് തിങ്ക് ചെയ്ത് പോകുന്ന പോക്കിൽ നിങ്ങളുടെ തലയ്ക്കകത്ത് വരുന്ന ഒരു കാര്യം നടപ്പിലാക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. പോകുന്ന പോക്കിൽ നമ്മളുടെ തലയ്ക്കകത്ത് വരുന്ന ഒരു കാര്യം നടപ്പിലാക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ നമ്മളുടെ മൈൻഡിൽ വരുന്ന ഈ ഡൗട്ട് ഉണ്ടല്ലോ, ഈ കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മളുടെ സിസ്റ്റം 2-ലേക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം. അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പെൻ ആൻഡ് പേപ്പർ എടുക്കുക. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ സ്റ്റക്കായി നിൽക്കുന്നത് അത് നിങ്ങൾ ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ബാക്കിയുള്ള നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ മൈൻഡിൽ നിന്നുള്ളത് പാസ്റ്റിലും ഫ്യൂച്ചറിലും ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഡിസിഷൻ ആണ് നിങ്ങളിൽ നിന്ന് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം പാസ്റ്റിലും ഫ്യൂച്ചറിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൈൻഡിൽ നിന്ന് ക്വാളിറ്റി ഡിസിഷൻ എന്നുള്ളത് ഉണ്ടാവുന്നുണ്ടാവില്ല. പാസ്റ്റിലും ഫ്യൂച്ചറിലും ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് നോർമലി തിങ്ക് ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ അടുത്ത വർക്കിനെ പറ്റി ചിന്തിക്കുന്നു, ഫാമിലിയെ പറ്റി ചിന്തിക്കുന്നു, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നു, അതിന്റെ കൂട്ടത്തില് നിങ്ങൾക്ക് ഇപ്പൊ ഉത്തരം കിട്ടേണ്ട ഈ കാര്യത്തിനെയും പറ്റി ചിന്തിക്കുന്നു അല്ലേ? പക്ഷേ ഇങ്ങനെ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഹൗ ടു തിങ്ക് ക്ലിയർലി, ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ബേസിക് സ്റ്റെപ്പ്, ബാലപാഠം. നമ്മളുടെ ലൈഫില് നമ്മളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളാണ്. അപ്പോ ഈ തീരുമാനത്തിന്റെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിയുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഡെസ്റ്റിനി എന്നുള്ളത് തന്നെ മാറുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഏറ്റവും ബേസിക് ആയിട്ട് ചിന്തിക്കേണ്ടത്, എങ്ങനെ ഞാൻ എടുക്കുന്ന തീരുമാനത്തിന്റെ ക്വാളിറ്റി കൂട്ടാം എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നൈറ്റ് മാസ്റ്റർബേറ്റ് ചെയ്യാൻ തോന്നുകയാണ്, ഫോൺ കാണാൻ തോന്നുകയാണ്, ഇത് കാണാം, കാണാതെ ഇരിക്കാം. രാവിലെ വൈകി എഴുന്നേൽക്കാം, അല്ലെങ്കിൽ പോയിട്ട് രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ്. 5 മണിക്ക് എഴുന്നേൽക്കാം, അല്ല എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറും കൂടി കിടന്നുറങ്ങാം. ഇപ്പോ ഞാനൊക്കെ ശ്രദ്ധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാനിത് നിങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാനും കൂടി പ്രാക്ടിക്കൽ ആക്കുന്ന ഒരു കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടാവുക.
ആ 1 മണിക്കൂറിലേക്ക് ഞാൻ മൊബൈൽ എന്നുള്ളത് സ്വിച്ച് ഓൺ എന്നുള്ളത് തന്നെ ചെയ്യുന്നുണ്ടാവില്ല. അതേപോലെ നൈറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് 1 മണിക്കൂർ എൻ്റെ മൊബൈൽ കംപ്ലീറ്റ്ലി ഓഫ് ആയിരിക്കും. നമുക്കിത് പറ്റില്ല, ഇതൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാം, എനിക്കിത് പറ്റില്ല, എൻ്റെ വർക്കിന് ഇതുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ഒരു സമയത്ത് എനിക്കും ഉണ്ടായിരുന്നത്. കാരണം എനിക്ക് അത്രയും കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോണ് മാറ്റി വെക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ശീലമാക്കി മാറ്റി. കാരണം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപും അതേപോലെ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമുള്ള ടൈം എന്നുള്ളത്. ഞാനിപ്പോ മൊബൈലാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പല 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 ഇൻഫോർമേഷൻസ് ആയിരിക്കും എന്റെ തലയ്ക്കകത്ത് വരുന്നുണ്ടാവുക. അതിന് പകരം ഞാൻ നൈറ്റ് ഇപ്പൊ ഉറങ്ങുന്നത് മെഡിറ്റേഷൻ ചെയ്തിട്ടാണ്. രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് മെഡിറ്റേഷനും റീഡിങ്ങും എക്സസൈസും ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ബിസിനസിന്റെ എൻക്വയറി ആണെങ്കിലും ഞാൻ എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോ നമ്മളുടെ ലൈഫില് ഇതേപോലെ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ചില റൂളുകൾ നമ്മൾ കൊണ്ടുവരണം. നമ്മളുടെ ലൈഫിൽ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ചില റൂളുകൾ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ റൂളുകൾ നമുക്ക് നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈഫിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാന്നുള്ളത് നമ്മൾ മറ്റുള്ള മോട്ടിവേഷൻ വീഡിയോസിൽ കാണുന്ന കാര്യം മാത്രമായിരിക്കും. നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പല്ലേ 2026 സ്റ്റാർട്ട് ചെയ്ത പോലെയുള്ളത്. അടുത്ത ഒരു 10-12 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ 2026 2 മാസം കഴിഞ്ഞു. കഴിഞ്ഞ ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ 2026 സ്റ്റാർട്ട് ചെയ്ത പോലെയുള്ളത്. അടുത്ത ഒരു 10 ദിവസവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 2026 ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള 2 മാസം കഴിഞ്ഞു. 2 മാസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇനി 10 മാസം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ 2 മാസം പോയിട്ടുള്ളത് അയ്യോ ഇത്ര പെട്ടെന്ന് പോയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയും അടുത്ത 10 മാസം പോകുന്നതും നിങ്ങൾ അറിയില്ല. എന്നിട്ട് ഇയർ എൻഡ് ആവുന്ന സമയത്ത് ഓക്കെ 2027 ഞാൻ ഇങ്ങനെ ആവും എന്ന് പറഞ്ഞിട്ട് അടുത്തതും കൊണ്ടുവരും. ലൈഫ് നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലൈഫ് നമ്മളെ ലീഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മൾ ലൈഫിനെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ ചില നോൺ നെഗോഷ്യബിൾസ് സെറ്റ് ചെയ്തിരിക്കണം. ഒരു കാരണവശാലും ഞാൻ ഒഴിവാക്കില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. ആ നോൺ നെഗോഷ്യബിൾസ് ആണ് നമുക്ക് പവർ തരുന്നുണ്ടാവുക. നമ്മളിപ്പോ സിസ്റ്റം 2 തിങ്കിങ് എന്നുള്ളത് നമ്മളുടെ ഓരോ ചെറിയ കാര്യത്തിൽ നിന്നും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റം 2 ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഓരോ ചെറിയ കാര്യത്തിനും പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഞാൻ എൻ്റെ ബിസിനസ്സിൽ എന്തെങ്കിലും ചെറിയ ഡിസിഷൻ എന്നുള്ളത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ബോർഡിൽ ലിസ്റ്റ് ചെയ്യും. ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ഞാനിത് എൻ്റെ തലയ്ക്കകത്തിട്ട് ചിന്തിക്കുകയല്ല, ഇവിടെ ഞാനിത് ഇങ്ങനെ എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കും. അതിൽ നിന്ന് എൻ്റെ തലയ്ക്ക് ഒരു ക്ലാരിറ്റി എന്നുള്ളത് കിട്ടും. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനെയും എനിക്കും നിങ്ങൾക്കും തമ്മിൽ ചിലപ്പോൾ ടാലന്റിന്റെ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. എന്നെക്കാളും ടാലന്റ് ഉള്ളവരായിരിക്കും ഈ ഇരുന്ന് സെഷൻ കേൾക്കുന്നുണ്ടാവുക. എന്നെക്കാളും സൈക്കോളജിയിലോ മറ്റോ അറിവുള്ളവരായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാവുക. പക്ഷേ എന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന 2 കാര്യം പറയുകയാണെങ്കിൽ നമ്പർ 1 ഡിസിപ്ലിൻ എന്നുള്ളതായിരിക്കും. നമ്പർ 2 എന്നുള്ളത് എൻ്റെ ഈ ഒരു തിങ്കിങ് രീതിയാണ്. ഒരു ദിവസം തന്നെ പലപ്പോഴും 5-6 മണിക്കൂറുകൾ ഞാൻ ഈ ബോർഡിന്റെ മുന്നിൽ തന്നെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. 5-6 മണിക്കൂറുകൾ. നിങ്ങൾക്ക് ബോർഡ് അല്ല എന്നുണ്ടെങ്കിൽ പേപ്പറിലായിട്ട് ഓരോ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ അങ്ങനെ ബുക്കിലൊക്കെ എഴുതുന്ന പോലെ അങ്ങനെ ഒന്നും എഴുതണം എന്നുള്ളതില്ല. അത് എഴുതി ഞാൻ അതിനെ ഇങ്ങനെ പ്രോപ്പറായിട്ട് മാപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്താൽ ഇത് നടക്കും, ഇതിൽ നിന്ന് ഇത് നടക്കും എന്നുള്ള രീതിയിൽ ഞാൻ പ്രോപ്പറായിട്ട് മാപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഇതാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക്
ഒരു വിസ്ഡത്തിലേക്ക് ഞാൻ എത്തിച്ചേരും. ഇങ്ങനെയാണ് തോട്ട് എന്നുള്ളത് വിസ്ഡമായിട്ട് മാറുന്നത്. എങ്ങനെയാണ് ഈ തിങ്കിങ് പ്രാക്ടീസ് ചെയ്യുക? വാട്ട് ഹാബിറ്റ്സ് ടു ഡു ഇംപ്രൂവ് സിസ്റ്റം 2? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ് നമ്മൾ പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ട് അതിൽ തിങ്ക് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ഈ സിസ്റ്റം 2 തിങ്കിങ്ങിനെ കില്ല് ചെയ്യുന്ന ഒരു ഹാബിറ്റ് പറയാൻ പറഞ്ഞാൽ ഞാൻ എന്താണെന്നറിയോ പറയാ? ബ്രെയിനിനകത്ത് വെച്ച് തിങ്ക് ചെയ്യുന്നത്. ഈ സിസ്റ്റം 2 തിങ്കിങ്ങിനെ കില്ല് ചെയ്യുന്ന ഒരു ഹാബിറ്റ് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ തലയ്ക്കകത്ത് വെച്ച് കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതായിരിക്കും. സിസ്റ്റം 2 തിങ്കിങ്ങിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്താ? എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പും ഒരു പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ എടുത്തിട്ട് ഓക്കെ, സോ ഇത് ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ഇതിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഈ രീതിയിൽ പറഞ്ഞ് നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോർമലായിട്ട് നിങ്ങളുടെ അകത്ത് നിന്ന് തന്നെ ഒരു നല്ല ഫ്ലോ എന്നുള്ളത് വരാൻ തുടങ്ങും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഫ്ലോ എന്നുള്ളത് നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ അകത്ത് നിന്ന് വരാൻ തുടങ്ങും. 2, തിങ്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നിങ്ങൾ പോയിട്ട് ഇരിക്കുന്ന പാർക്കായിരിക്കാം. നമ്മളുടെ ലൈഫില് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊണ്ടുപോവുക എന്നുള്ള രീതിയിൽ മാത്രമല്ലാതെ തിങ്ക് ചെയ്യാനായിട്ട് ഒരു ടൈം എന്നുള്ളത് കണ്ടെത്തുക. അതിന് വേണ്ടിയിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ഒരു സ്പേസ് എന്നുള്ളത് കണ്ടെത്തുക, ഒരു സ്ഥലം എന്നുള്ളത് കണ്ടെത്തുക. നിങ്ങളിൽ പലരും നിങ്ങളുടെ ലൈഫിന്റെ ജേണി, കരിയർ ജേണി, ബിസിനസ് ജേണി എന്നുള്ളതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ടൈം കഴിയുന്ന സമയത്ത് നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഫെഡപ്പ് ആവുന്നത് പോലെ നിങ്ങൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുള്ളവർ തന്നെ അവൻ എന്തോ ഫെയിൽ ആവാനായിട്ട് തുടങ്ങി, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോസ് ആവാനായിട്ട് തുടങ്ങിയതുപോലെ നിങ്ങളുടെ ചുറ്റിലുള്ളവർ പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പലതും കേൾക്കുന്നുണ്ടാവും. ലൈഫ് എന്നുള്ളത് ഒരു മാരത്തോൺ ആണ്. ഇപ്പോ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ 20 എന്നുള്ള ലെവലിലായിരിക്കാം. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ പല കാര്യങ്ങളിലും നിങ്ങൾ ചില മിസ്റ്റേക്കുകൾ ചെയ്തത് കൊണ്ടായിരിക്കാം നിങ്ങളിപ്പോ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് സ്ലോ ഡൗൺ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇനി നിങ്ങൾ ഈ രീതിയിലുള്ള ഒരു ക്വാളിറ്റി തിങ്കിങ് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ഹൈലി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആളുകൾ അത് പറയുന്നു, അയ്യോ ഇനി എനിക്ക് ഇത്ര വയസ്സായി, ഇനി എനിക്ക് ഉയർന്നു വരാനായിട്ട് പറ്റുമോ, അങ്ങനെയുള്ള ഒരു ചിന്തയേ വേണ്ട. നിങ്ങളുടെ നാട്ടിലുള്ളവർ മുഴുവൻ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയാണ്, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ മുഴുവൻ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയാണ്, നിങ്ങളുടെ കൂടെ പഠിച്ചവരൊക്കെ നിങ്ങളെ ഡൗട്ട് ചെയ്യാണ്. എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ സിസ്റ്റം 2 തിങ്കിങ് എന്നുള്ളതും നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങൾ എടുക്കേണ്ട ഡിസിപ്ലിൻ എന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ ഡൗൺഫോളിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കയറി വരാനായിട്ട് പറ്റും. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗൺഫോളോ, എന്തെങ്കിലും അയ്യോ ഇത് ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊന്നും ശാശ്വതം അല്ല. നിങ്ങൾ തീർന്നു എന്നും വിചാരിക്കണ്ട. നിങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് പറഞ്ഞു എന്നോ, നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളിൽ ഡൗട്ട് ചെയ്തു, നിങ്ങളുടെ റിലേഷൻ ആരെങ്കിലും പറഞ്ഞു എന്നോ പറഞ്ഞിട്ട് നിങ്ങൾ തളർന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് അവരാരുമല്ല. ഏത് വയസ്സിലും അയ്യോ ഞാൻ ഒരു കാര്യം ചെയ്തു സക്സസ് ആയി, ഇനി ഇതിലിപ്പോ ഫെയിൽ ആയല്ലോ, ഇനി ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് കരകയറി വരും എന്നുള്ള ചിന്തയെ നിങ്ങൾക്ക് വേണ്ട. എത്രാമത്തെ വയസ്സിലാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ അടുത്ത കുറച്ച് ദിവസങ്ങൾ, അടുത്ത കുറച്ച് മാസങ്ങൾ ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഏത് ടൈമിലും നിങ്ങൾക്ക് എത്ര ഫെയിലിയേഴ്സിൽ നിന്നും നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിൽ വിശ്വസിക്കുക. അയ്യോ അവൻ എൻ്റെ കൂടെ ഇല്ല, അല്ലെങ്കിൽ അവര് നിങ്ങളുടെ കൂടെ ഇല്ല, അല്ല എന്നുണ്ടെങ്കിൽ ഇവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ചിന്തയെ വേണ്ട. നിങ്ങളുടെ ഉള്ളിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ട്, എൻ്റെ ഉള്ളിൽ വളരാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എൻ്റെ ഉള്ളിൽ ആ ഐഡിയ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എൻ്റെ ഉള്ളിൽ ഏതൊരു പരാജയത്തിൽ നിന്നും പുറത്ത് കടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എനിക്കത് പുതിയ 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 കാര്യങ്ങൾ ഹംഗ്രിയോടുകൂടി പഠിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് 100% നിങ്ങൾ ബിലീവ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങുക. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, നിങ്ങൾ ഇന്ന് പറയുന്നില്ലേ അവര് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവരുടെ സപ്പോർട്ട് ഇല്ല എന്നുള്ളത്, ഇതിൽ ആരുടെ സപ്പോർട്ടും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങളിൽ ബിലീവ് ചെയ്യുന്നതിൻ്റെയും ആക്ട് ചെയ്യുന്നതിൻ്റെയും
എഫക്റ്റ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇപ്പൊ ഏത് സ്റ്റേജിലാണെങ്കിലും നിങ്ങൾക്ക് ഹൈലി സക്സസ്ഫുൾ ആവാൻ പറ്റും. ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോഴുള്ള സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിന്റെ സിറ്റുവേഷൻ എന്ത് തന്നെ ആണെങ്കിലും ഇതിന്റെയൊക്കെ എത്രയോ മടങ്ങ് താഴ്ന്ന സിറ്റുവേഷനിൽ നിന്നാണ് നിങ്ങൾ കയറി വന്നത്. ആരോ നിങ്ങളെക്കാളും മുന്നിൽ പോവോ, നിങ്ങളെക്കാളും കവിച്ച് ഓടി പോവോ, എന്തോ ചെയ്തോട്ടെ, മറ്റുള്ളവരുടെ ലൈഫ് നോക്കുക, അവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുക. അവരുടെ പാർട്ട് അവര് പ്ലേ ചെയ്യുന്നു, അവരെന്തോ പ്ലേ ചെയ്തോട്ടെ. നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് വരാനായിട്ട് പറ്റും. എനിക്ക് ഇംപ്ലിമെന്റേഷൻ എന്നുള്ളത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഇങ്ങനെയാണ് എന്നുള്ള ചിന്തയെ വേണ്ട. ഹാർഡായിട്ട് എന്താണോ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ പഠിക്കുക, പഠിക്കുന്ന കാര്യം സ്പീഡായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ന് നിങ്ങളിൽ 1000 പേര് ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും, നിങ്ങളിൽ 10,000 പേര് ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും, ഈ ലോകം തന്നെ നിങ്ങളിൽ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് കരകയറി വരാൻ സാധിക്കും. ഞാനിത് വെറുതെ മോട്ടിവേഷന് വേണ്ടി പറയുന്നതല്ല കേട്ടോ. ഇത്ര വയസ്സായിട്ടൊന്നും ആയിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ വീട്ടുകാർ ചിലപ്പോൾ പറയുന്നുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങളെക്കാളും നല്ല ഒരു ലെവലിൽ ഉയർന്നു പോകുന്നുണ്ടാവും. നിങ്ങളുടെ റിലേഷൻസ് എന്താടാ ഇത്ര വയസ്സായി, അല്ലെങ്കിൽ റിലേഷൻസിലുള്ള മാമന്റെ മകനോ അവരുടെ മകനോ അവർ പലതും ചെയ്യുന്നുണ്ടാവും. നിങ്ങളോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു കമ്പാരിസൺ പാറ്റേണിലേക്ക് നിങ്ങൾ വരാതിരിക്കുക. അയ്യോ അവൻ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഡൗൺ ആവാതിരിക്കുക. മാക്സിമം എന്താണ്, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുക, എന്താണ് പഠിക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ അത്രയും ഹംഗ്രി ആയിരിക്കാൻ ശ്രമിക്കുക. എത്ര വലിയ ഡൗൺഫോൾ ഒന്നും നമുക്ക് കരകയറാൻ പറ്റും. അതിനാണ് ഈ പറയുന്ന സിസ്റ്റം ടു തിങ്കിങ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. ഇത് ഇടയ്ക്കെപ്പോഴെങ്കിലും ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞു എന്നുള്ളതല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ വീണ്ടും പറയാണ്, ആര് തന്നെ നിങ്ങളിൽ ഡൗട്ട് ചെയ്തോട്ടെ, നിങ്ങളുടെ ഫാമിലി ഡൗട്ട് ചെയ്തോട്ടെ, നിങ്ങളുടെ ജാതകത്തിൽ ഇനി നീ കരകയറില്ല എന്നാണ് പറയുന്നത്, നിന്റെ ജാതകത്തിൽ നിനക്ക് ഇങ്ങനെ ഒരു ഉയർച്ച എന്നുള്ളത് ഇല്ല എന്നാണ് പറയുന്നത്, നിന്റെ ബന്ധുക്കാരൊക്കെ ഈ രീതിയിലാണ്, നിന്റെ കരിയർ എന്നുള്ളത് മാക്സിമം ഈ രീതിയിലേ പോവുള്ളൂ എന്നുള്ള എന്തോ പറഞ്ഞോട്ടെ. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ മൈൻഡിനകത്ത്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ ഫയർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ വില്ല് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനുള്ള വഴി നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. തനിച്ചു നിൽക്കുക. എവിടെയാണ് എനിക്ക് തെറ്റുന്നത്, എന്താണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത്. ആളുകൾ നിങ്ങളെ പറ്റി പലതും പറയുന്നുണ്ടെങ്കിൽ, ആളുകൾ നിങ്ങളെ പറ്റി പലതും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ചിന്തയും നമുക്ക് പോയിട്ടൊന്നും കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെങ്കിലും, ഇന്ന് നിങ്ങളിപ്പോ ഒരു വർക്ക് ചെയ്യാണ്, നിങ്ങളൊരു ബിസിനസ് ചെയ്യാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെങ്കിലും നിങ്ങളെ പറ്റി നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകൾ പലതും ചിന്തിക്കുക തന്നെ ചെയ്യും. അയ്യോ അവരങ്ങനെ ചിന്തിക്കുമല്ലോ, അവരിങ്ങനെ ചിന്തിക്കുമല്ലോ. അല്ല, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ഗ്രേറ്റ് സക്സസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ചെറുപ്പത്തിലോ സ്കൂളിലോ കോളേജിലോ ഒക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു സക്സസ് ഒന്ന് മൈൻഡിൽ കൊണ്ടുവന്നേ. എന്തെങ്കിലും ഒരു ചെറിയ സക്സസോ വലിയ സക്സസോ ആവാം. ആ സക്സസ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഇന്ന് നിങ്ങൾക്ക് ചുറ്റിലും നിന്ന് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങളുടെ കൂടെ നിൽക്കാനോ ആയിട്ടുണ്ടായിരുന്നോ? അവരൊന്നും നിങ്ങളിൽ ബിലീവ് ചെയ്യാതിരിക്കുന്ന സമയത്തും ഇവരൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ആ സക്സസ് എന്നുള്ളത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുക തന്നെ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട വിജയം കൊണ്ടുവരുന്നത് മറ്റുള്ള ആളുകളല്ല, നിങ്ങളാണ്. അഗ്രസീവ് ആവുക, എന്താണോ ചെയ്യേണ്ടത് എടുത്തിരുന്ന് ചെയ്യുക. കുറെ ആയിട്ട് ഇങ്ങനെ കേട്ട് പോവുക എന്നുള്ളതല്ലാതെ പണിയെടുക്കുക. ചിന്തിക്കാനായിട്ട് ഒരു സമയം മാറ്റി വെക്കുക. ചിന്തിക്കാനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ടൈം മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു തെറ്റായ റൂട്ടിലൂടെ ആയിരിക്കും നിങ്ങൾ കുറെ ദൂരം പോകുന്നുണ്ടാവുക. നിങ്ങളെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഏത് ദിശയിലേക്കാണ് പോകേണ്ടത്, എത്ര സ്പീഡിലാണ് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സമയം മാറ്റാത്തതാണ് നിങ്ങൾ ചിന്തിക്കാനായിട്ട് സമയം മാറ്റി വെക്കാതിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ വെറുതെ വേറെ ഏതെങ്കിലും ഒരു റോങ് റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ വയസ്സും 40 50 വയസ്സാവുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയിട്ടായിരിക്കും എൻഡ് ആവുന്നുണ്ടാവുക. എന്തുകൊണ്ടാണ്? ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ 10-15 വർഷമായി മാസ്റ്റർബേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടും പല അഡിക്ഷൻസ് എന്നുള്ള രീതിയിലായിട്ടും. എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് നിർത്തേണ്ട സമയത്ത് നിർത്താൻ പറ്റാത്തത്? ഞാൻ ഇവിടെ കോഴ്സിനകത്ത് വന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. ബ്രോ, ഇതൊക്കെ നിങ്ങൾ എപ്പോഴാ തുടങ്ങിയത്? എന്താണ് നിങ്ങളെ ഇതിലേക്ക് നയിക്കുന്നത്? ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾ വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്?
ഞാൻ ഇത്ര ബേസിക് ആയിട്ടുള്ള 4-5 ചോദ്യങ്ങളെ ആദ്യത്തെ ക്ലാസ്സിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിൽ വന്നിട്ടുള്ള പല ആളുകളും ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴാണ്. അപ്പൊ അതിന് അർത്ഥം എന്താണെന്ന് അറിയോ? നിങ്ങൾ പണിയെടുക്കാണ്ടല്ല, നിങ്ങൾ ചിന്തിക്കാനായിട്ട് നിങ്ങൾ സമയം എന്നുള്ളത് മാറ്റി വെക്കണില്ല എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ അഗ്രസീവ് ആവണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ. 2 മാസം കഴിയാറായി, ഫെബ്രുവരി 26 തുടങ്ങിയിട്ട് 2 മാസം കഴിയാറായി. ഇപ്പൊ അത് നോക്കുമ്പോൾ ചിരി വരുന്നുണ്ട്, 2 മാസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത്. കണ്ണടച്ച് തുറക്കുന്നതിന്റെ ഉള്ളിൽ 4 മാസം കഴിയും, 5 മാസം കഴിയും, അടുത്ത വർഷവും വരുന്നുണ്ടാവും. ഇതേ അഡിക്ഷനുമായിട്ട്, ഇതേ പല മോശം ശീലങ്ങളുമായിട്ട്, ഇതേ ജസ്റ്റ് ലക്ഷ്യങ്ങളുമായിട്ട് മാത്രം നമ്മൾ പോണ്ടായിട്ട് വരും. എന്താണോ ചെയ്യേണ്ടത് അത് ലൈഫിൽ ചെയ്തേക്കുക. നമ്മളെ അത് വേദനിപ്പിക്കുന്ന തീരുമാനങ്ങളാണെങ്കിൽ ആ തീരുമാനങ്ങളൊക്കെ എടുത്തേക്കുക. വൈസായിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് സക്സസ് എന്നുള്ളത് ഇന്ന് നിങ്ങളെ ഡൗട്ട് ചെയ്യുന്ന ആളുകൾ ഇല്ലാതെയാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ലൈഫും അത് നിങ്ങൾക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് നിങ്ങൾ ഒരു ടൈം കണ്ടെത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രോപ്പറായിട്ട് ആ ടൈം കണ്ടെത്തിയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങുക.